അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ ഈദുൽ അദ്ഹയുടെ ഈ പുണ്യദിനത്തിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബറക്കത്തുടയതാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും സഹോദര സമുദായത്തിലുള്ളവർക്കും മുഴുവൻ ജനവിഭാഗത്തിന് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാവിധ നന്മകളും അള്ളാഹു നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മുന്നോറുകളിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, ഈ അനുഗ്രഹത്തിൻ്റെ സുദിനത്തിൽ പള്ളികളിലും പരിസരത്തുള്ള വീടുകളിലും നമ്മുടെ പല പ്രദേശങ്ങളിലും നടക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു അമലാണ് പുണ്യമായ ഉളുഹിയ്യത്തിൻ്റെ അമൽ. കേവലം ഒരു മാംസാഹാരം വിതരണം ചെയ്യുന്ന മാമാങ്കമല്ല ഫദീലത്തായ പുണ്യമായ ഉളുഹിയ്യ. ഒരു വലിയ ത്യാഗത്തിൻ്റെ സ്മരണ അതിൻ്റെ ഉള്ളിലുണ്ട്. ഓരോ നിമിഷവും ഒരു ഉരുവിനെ മാടുവിഭാഗത്തിൽ നിന്നോ ആടിൽ നിന്നോ ഒട്ടകത്തിൽ നിന്നോ ഒരു ഉരുവിനെ വളരെ സ്നേഹിച്ച് വല്ലാതെ അതിനോട് അടുപ്പം കാണിച്ച് ഭക്ഷണം കൊടുത്ത് അതിനെ പരിഗണിച്ച് ഒടുവിൽ അതിനെ അറവിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയം പൊട്ടുന്ന ഒരു വേദനയുണ്ട്. പ്രിയപ്പെട്ട, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആ മൃഗങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന സമയത്ത് ഉള്ളിലെങ്കിലും ഉണ്ടാകുന്ന ഒരു ചെറിയ വേദന. ആ വേദനയിലൂടെ ഒരു സത്യവിശ്വാസി അറിയേണ്ടത് പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട ഖലീലുള്ളയെ, പ്രിയപ്പെട്ട ഹാജറയെ, ഇസ്മായിൽ നബിയെ, ഇബ്രാഹിം നബിയെ, ഹാജറയെ ഓർക്കുന്ന ഒരു നിമിഷമാണ് ആ പുണ്യമായ ഉളുഹിയ്യത്തിൻ്റെ കർമ്മത്തിലൂടെ ഓരോ സത്യവിശ്വാസിയും ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹാജറ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട ഭർത്താവിനെ, പ്രിയപ്പെട്ട മകനെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മകനെ ബലിയിറക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുമ്പോൾ ഒരു മടിയില്ലാതെ വപ്പാരിയിട്ട് കരയാതെ നെഞ്ചത്തടിച്ച് മുടിപിരുത്തിട്ടിട്ട് അലമുറയിട്ട് കരയുന്ന സാഹചര്യങ്ങളൊന്നുമല്ല. പൂർണ്ണമായിട്ടും അതിലേക്ക് ഭർത്താവിനെയും പ്രിയപ്പെട്ട മകനെയും യാത്രയാക്കുന്ന ഒരു അനുഗ്രഹീത കാഴ്ച. വാപ്പച്ചി, അള്ളാഹു എന്താണ് പറഞ്ഞത്? ഒരു മടിയുമില്ലാതെ അങ്ങത് ചെയ്യണമെന്ന് പ്രിയപ്പെട്ട വാപ്പയോട് പറയുന്ന പൊന്നുമകൻ ഇസ്മായിൽ നബിയെയാണ് അതിലൂടെ നാം ഓർക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന അതെന്തോ ആവട്ടെ, ഹൃദയത്തിൽ അതപ്പടി സ്വീകരിച്ച് തൊണ്ട തൊടാതെ തന്നെ വിഴുങ്ങി അതിൻ്റെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കാതെ സ്വീകരിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരു മനസ്സാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയിൽ നമ്മൾ കണ്ടത്. ഇറാഖിൻ്റെ അടുത്ത പ്രദേശമായ ഊർ എന്ന പട്ടണത്തിൽ ജനിച്ച ആ മഹാമനുഷ്യനെ കുറിച്ച് ലോകം ഓർക്കുകയാണ്. പരിശുദ്ധമായ അറഫയുടെ ദിനത്തിലോർത്തു, പരിശുദ്ധമായ ഈദുൽ അദ്ഹയുടെ പവിത്രമായ ദിനത്തിലോർത്തു, പരിശുദ്ധമായ ഹജ്ജിൻ്റെ വേളയിൽ പരിശുദ്ധ കഅബത്തിൻ്റെ ചാരത്തെത്തുമ്പോൾ ലക്ഷക്കണക്കിന് ഹാജിമാർ ആ ചരിത്രം സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെക്കുറിച്ച് പഠിപ്പിച്ചത് ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. അവിടുത്തെ ത്യാഗപൂർണമായ ജീവിതത്തെ നിങ്ങൾ പിന്തുടരണമെന്നാണ്. ധാരാളം ഗുണങ്ങളുള്ള ഒരു മഹാവ്യക്തിത്വം, അത് അപ്പടി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആൻ മില്ലത്ത അബീക്കും ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങളുടെ വാപ്പയായ, നിങ്ങളുടെ പിതാവായ, വാപ്പച്ചിയായ ഇബ്രാഹിം നബിയുടെ പാത നിങ്ങൾ പിന്തുടരണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അതാണ്. ആരാണ് ഇബ്രാഹിം നബിയുടെ പാതയെ നിസാരമാക്കി സംസാരിക്കുന്നത്? ആരാണ്? എതിർത്ത് പറയുന്നത് ആരാണ്? അവിടത്തെ പാത പിൻപറ്റുന്നവരെ പരിഹസിക്കുന്നത് ആരാണ്? ആർക്കാണ് കഴിയുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, പച്ച വിഡ്ഢികൾക്കല്ലാതെ, മണ്ടന്മാർക്കല്ലാതെ, വിഡ്ഢികൾക്കല്ലാതെ ഇബ്രാഹിം നബിയെ മാറ്റി നിർത്താൻ പറ്റൂല, നിസാരപ്പെടുത്തി സംസാരിക്കാൻ പറ്റൂല. ഇബ്രാഹിം നബി ആരാണെന്നറിയോ? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ദുനിയാവിൽ തന്നെ അള്ളാഹു നേതാവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ്
ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രൊഫസർ, ഏറ്റവും വലിയ ഗൈഡ് തിരുനബി തങ്ങളാണെങ്കിലും ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർക്കുന്നതാണ് പരിശുദ്ധ മക്കയിലെ പുണ്യഭൂമിയിലെ അധിക അമലുകളും. മസ്അയിലൂടെയുള്ള ത്വവാഫ് ഇബ്രാഹിം നബിയെ, മസ്അയിലൂടെയുള്ള സഅയ്, വത്വാഫിലൂടെയുള്ള ത്വവാഫ് ഒക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ ഓർക്കുകയാണ്. അവിടുത്തെ ചരിത്രമറിയുകയാണ്, ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് ത്യാഗി എന്നാണ്, ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത് ത്യാഗി എന്നാണ്. എന്ത് ത്യാഗമാണ് സഹിച്ചത്? നമുക്കറിയാം, നമ്രൂദിന്റെ മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയ വിറക് കൂനയ്ക്ക് തീ പിടിക്കുമ്പോൾ ആ വിറക് കൂനയിലേക്ക് പിശാചിന്റെ കൽപ്പന പ്രകാരം മഹാനായ ഖലീലുള്ളയെ ആ വിറക് കൂനയുടെ ഉള്ളിലേക്ക്, കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൂനയുടെ ഉള്ളിലേക്ക് അമ്പിൽ ഘടിപ്പിച്ച് എയ്ത് വിടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എയർ കണ്ടീഷനായിരുന്നു. എന്ത് ത്യാഗമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാം ഒരു കിണർ പോലും കുത്തിയില്ലല്ലോ മഹാനവറുകൾ. ഊശ്വരമായ ഭൂമിയിൽ പ്രിയപ്പെട്ട മുലകുടി പ്രായം ചോരക്കുഞ്ഞിനെ കൊണ്ട്, ആ പ്രായം പോലും കടക്കാത്ത ചോരക്കുഞ്ഞിനെ ആ ഊശ്വര ഉണങ്ങി വരണ്ട ഭൂമിയിലാക്കിയിട്ട് പ്രിയപ്പെട്ട ഹാജറെ അവിടെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെയാക്കിയിട്ട് മഹാനവറുകൾ തിരികെ നടക്കുമ്പോൾ അവിടെ ഒരു കിണർ പോലും വെള്ളത്തിന് വേണ്ടി കുത്തിക്കൊടുത്തില്ലല്ലോ. ഫലമുലാദികളുടെ അനുഗ്രഹീത ഫ്രൂട്ട്സ് ഇനങ്ങളുടെ കേന്ദ്രമായി എല്ലാം ലഭിക്കുന്ന ഒരു നാടാക്കി അള്ളാഹു ആ നാട്ടിനെ മാറ്റി. അത് ഇബ്രാഹിം നബിയുടെ ദുആയാണ്. ആ നാട്ടിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നണഞ്ഞു. ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും വറ്റി ഉണങ്ങി വരണ്ടു പോകാത്ത ഒരു നീരുറവയായി ഫദീലത്തായ സംസമിന്റെ ചരിത്രം, ലോക ജനതയെ സംസം കൊണ്ട് പാലൂട്ടിയ ഹാജറയുടെ ചരിത്രം ഓർക്കാം. ആ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ പിന്നെന്ത് ത്യാഗമാണ്. ഒരു കിണർ പോലും കുത്തിയില്ല, തീയിന്റെ ഉള്ളിൽ ഒരു പൊള്ളല് പോലും ഏറ്റില്ല. പ്രിയപ്പെട്ട മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അത് ചെയ്യാനൊരുങ്ങുമ്പോൾ മകനെ അറുത്തിട്ടുകൂടിയില്ല. സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ അള്ളാഹു കൊണ്ടെത്തിച്ചു കൊടുത്ത് അവിടെ വിജയം ഭരിക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. പിന്നെയും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബിയെ കുറിച്ച് ആഖിറത്തിൽ വലിയ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ദുനിയാവിൽ അള്ളാഹു സ്വീകരിച്ചു, ഒരു ത്യാഗവും അനുഭവിച്ചിട്ടില്ല. ദുനിയാവിൽ അള്ളാഹു സ്വീകരിച്ചു, ആഖിറത്തിൽ വലിയ നേതാവാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ പിന്നെയും ത്യാഗി എന്ന് പരിചയപ്പെടുത്തിയത്? അള്ളാഹു എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറ്റിവെക്കാതെ അപ്പടി സ്വീകരിക്കുന്ന ഒരു മനസ്സ്, ഒരു ത്യാഗ മനസ്സ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, ത്യാഗ മനോഭാവമുള്ളത് കൊണ്ടാണ് ഖുർആൻ ഇബ്രാഹിം നബിയെക്കുറിച്ച് മാതൃകയാണ്, ത്യാഗിയാണെന്ന് പറഞ്ഞത്. നമുക്കും വേണ്ടത് അതാണ്. 5 വഖത്ത് നിസ്കാരത്തിന് കൽപ്പിക്കുമ്പോൾ ചില രോഗങ്ങൾ പറഞ്ഞ്, ചില ജോലി തിരക്കുകൾ പറഞ്ഞ്, ന്യായങ്ങൾ നിരത്തിയിട്ട് അസ്വലാത്തു ലി അവ്വലി വഖ്തിഹാ, 5 നേരത്തെ നിസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കണമെന്ന കൽപ്പനയെ അപ്പാടെ തട്ടിമാറ്റുന്നവരാണ് നമ്മൾ. അള്ളാഹു പരിശുദ്ധ ദീനിനു വേണ്ടി സമ്പത്ത് ചിലവാക്കാൻ, പുണ്യ ഉദ്ഹിയ കർമ്മം കൊടുക്കാൻ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്, പരിശുദ്ധ ഉംറയ്ക്ക്, അതേ മുവാസാത്തിന്റെ പരോപകാര ജനോപകാര പ്രവർത്തനങ്ങൾക്കൊന്ന് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറി ഓടുകയാണ്. എനിക്ക് പറ്റൂല, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടും, എനിക്ക് പലതിലും കുറവ് വരുമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. നമുക്കും മാതൃകയാണ്. ഫത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പച്ചിയായ ഇബ്രാഹിം നബിയുടെ പാത നിങ്ങൾ പിന്തുടരണം. നിങ്ങളും ത്യാഗികളാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യം സമാധാനത്തിന്റെ രാജ്യമായി, ഓരോ സമയങ്ങളും സമാധാനത്തിന്റെ സമയമാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകൾക്ക് ഉള്ള അവകാശം, ഇബാദത്തുകൾ സമാധാനത്തോടെ റബ്ബിന് വേണ്ടിയുള്ള, പരമോന്നത ശക്തിക്ക് വേണ്ടിയുള്ള ആരാധനകൾ കൃത്യമായി നിറവേറ്റാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ത്യാഗവും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. മുന്നോറുകളായ പ്രവാചകന്മാർ, അംബിയ, മുർസലുകളൊക്കെ പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് മാസങ്ങൾ, വർഷങ്ങൾ ദുആയിരുന്നിട്ടാണ് അവർക്ക് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടിയത്. ശത്രുക്കളുടെ മുന്നിൽ അവരനുഭവിച്ച ത്യാഗങ്ങൾ എത്ര വലുതാണ്. നമുക്കെന്ത് പ്രയാസം, നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുഃഖം. പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഫലസ്തീൻ മക്കളെ ഒരു നിമിഷം ഓർത്താൽ മതി നമ്മളൊന്നുമല്ല എന്ന് മനസ്സിലാവാൻ.
തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ ഈദുൽ അദ്ഹയുടെ സന്തോഷത്തിന്റെ സുദിനത്തിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് നിറപുഞ്ചിരിയോടെ അവർ ഓടിക്കളിക്കുന്ന കാഴ്ച കാണുമ്പോൾ, തകർന്ന കെട്ടിടത്തിന്റെ ബീമുകൾക്കിടയിലുള്ള കമ്പിയിൽ ഊഞ്ഞാല് ആട്ടിയിട്ട് അവർ ഊഞ്ഞാലാടി ആനന്ദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലാഹനെ അല്ലാതെ ആരെയും അവർക്ക് ഭയമില്ല. അവരുടെ സമ്പത്ത് പോകുന്നതിൽ ഭയമില്ല. അവരുടെ ശരീരം പിച്ചി ചീന്തപ്പെട്ട് ചിത്രവധം ചെയ്യപ്പെട്ട് കുന്നുകളായി കബന്ധങ്ങൾ കുന്നുപോലെ പെരുകുന്നതിൽ അവർക്കൊരു ടെൻഷനും ഇല്ല. അവരുടെ മനസ്സിൽ അള്ളാഹുവിനെ മാത്രമെല്ലാം സമർപ്പിച്ച് റബ്ബിനെ ത്യാഗപ്പെട്ട് റബ്ബിന്റെ ദീനിൽ അടിമപ്പെട്ട് പൊരുത്തപ്പെട്ട് കഴിയാനുള്ള ത്യാഗമനോഭാവം അവർക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. നമുക്ക് വരുന്ന പരീക്ഷണങ്ങളെല്ലാം ക്ഷമയോടെ സഹനത്തോടെ റബ്ബിന്റെ പൊരുത്തത്തിൽ സ്വീകരിക്കണം. അള്ളാഹു ഉന്നത വിജയം മുസ്ലിം സമുദായത്തിന് ഇരു ലോകത്തും അള്ളാഹു നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളായി തൗഹീദിന്റെ വക്താക്കളായി ശക്തമായി നിലകൊള്ളാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. എല്ലാവർക്കും കല്ലമ്പലം മീഡിയയുടെയും അതുപോലെ തന്നെ വിനീതന്റെയും എല്ലാ സത്യവിശ്വാസികളുടെയും പേരിൽ ഈദുൽ അദ്ഹ അറിയിക്കുന്നു. ബലിപെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.